ദൂരെയുള്ള കോളേജിൽ പഠിക്കണമെന്ന് വളരെ നിർബന്ധമായിരുന്നു. വീടിനടുത്തുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടും അവിടെ വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് മനസ്സിലെ ചില കാര്യങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയായിരുന്നു. കാരണം നാട്ടിലുള്ള കോളേജിൽ തൻ്റെ കൂടെ പഠിച്ച ഒരുവിധം എല്ലാ കുട്ടികളും ചേരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെക്കുറിച്ച് ശരിക്ക് അറിയാം. താനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്നും അമ്മ കണ്ടവരുടെ അടുക്കളയിൽ പാത്രം കഴുകുകയാണ് എന്നും കൃത്യമായി അറിയാം. അതിൻ്റെ ഒരു അവജ്ഞ എന്നും അവർക്ക് തന്നോടുണ്ടായിരുന്നു. അങ്ങ് ദൂരെ ടൗണിലുള്ള കോളേജിലാണെങ്കിൽ ഇവിടെയുള്ള ആരും ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ ഇത്രയും പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം അവിടെ ആർക്കും അറിയില്ല. അങ്ങനെ കോളേജ് ജീവിതം അടിച്ചു പൊളിക്കാം എന്നൊക്കെയായിരുന്നു അവളുടെ ധാരണ. അമ്മയെ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് ജോലി കിട്ടുന്ന, വളരെയധികം ശമ്പളം കിട്ടുന്ന ഒരു കോഴ്സ് ആ കോളേജിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പാവം വിശ്വസിച്ചു. അവിടേക്ക് അഡ്മിഷൻ്റെ കാര്യത്തിന് കൂട്ടിക്കൊണ്ടു പോയത് അമ്മയുടെ ബന്ധത്തിൽ തന്നെയുള്ളൊരു അകന്ന മാമനെയാണ്. അവർ പണക്കാരനാണ്. മാമനെ സോപ്പിട്ട് മാമൻ ഇതിനുള്ള വിവരമുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ മാമ മുന്നിലിറങ്ങി. അല്ലെങ്കിലും കയ്യിൽ നിന്ന് പൈസ ആവാത്ത കാര്യത്തിനെല്ലാം മാമ മുന്നിൽ വരും. മാമയുടെ കാറിലാണ് പോയത്. ഗമയിൽ കോളേജിൽ ഇറങ്ങി അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് മാമ അവിടെയുള്ള ഹോസ്റ്റലിൽ എന്നെ ചേർത്ത് തിരികെ പോയി. എന്നാൽ എൻ്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായിരുന്നു അവിടെയുള്ളവർ. വളരെ സമ്പന്നർ. അവർക്കിടയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു നുണ പറഞ്ഞാൽ മാത്രം പോരെന്ന് മനസ്സിലായി. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അമ്മ എവിടെ നിന്നൊക്കെയോ കടം വാങ്ങി അമ്മയുടെ കഴുത്തിൽ കിടന്ന ചെയിൻ പോലും പണയം വെച്ച് തന്ന കുറച്ച് പൈസയാണ്. അത് ഫീസ് അടയ്ക്കാൻ വേണ്ടി തന്നതാണ്. എന്നാൽ ആ തുകയേക്കാൾ ഇരട്ടിയാണ് അവരുടെ ഓരോ കുട്ടികളും ഓരോ ദിവസവും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കളയുന്നത്. ലക്ഷറി ഹോട്ടലുകളിലും മറ്റും കയറുമ്പോൾ അവരെന്നെ വിളിക്കും. പക്ഷെ കൂടെ പോകാറില്ല. കാരണം ഒരു ദിവസം അവർ ചെലവ് ചെയ്താൽ അടുത്ത ദിവസം അവരുടെ ചിലവ് ഞാൻ കൊടുക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ അത്രയും തുകയില്ല. ശരിക്കും എല്ലാവരോടും ദേഷ്യം തോന്നി. ഇത്രയും ദാരിദ്ര്യത്തിൽ എന്നെ കൊണ്ടുപോയി ഇട്ടതിന്. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ അരികിലേക്ക് വരുന്നത്. എൻ്റെ അവസ്ഥയെല്ലാം അവളുടെ വായിൽ നിന്നും കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ആരോടും പറയാതെ വെച്ചിരുന്ന കാര്യങ്ങളാണ് അവൾ ചോദിക്കുന്നത്. നിനക്ക് കയ്യിൽ പണമൊന്നുമില്ല അല്ലേ? ഇവിടെയുള്ള കുട്ടികൾ സുഖിക്കുന്നത് കണ്ടിട്ട് അസൂയയുമുണ്ടല്ലേ? അവരെക്കാൾ നന്നായി ജീവിക്കാൻ ഞാൻ നിനക്കൊരു മാർഗം പറഞ്ഞു തരാം. ആരും അറിയില്ല. കയ്യിൽ ധാരാളം പണവും വരും. അവളത് പറഞ്ഞത് എന്താണെന്ന് ആ മാർഗം ചോദിച്ചു. ഭംഗിയുള്ള കോളേജ് സ്റ്റുഡൻസിൻ്റെ ശരീരത്തിന് ആവശ്യക്കാർ ഏറെയുണ്ട്. അത് വിൽക്കാൻ തയ്യാറായാൽ കൈ നിറയെ പണയം കിട്ടും. വില കൂടിയ വസ്ത്രങ്ങൾ കിട്ടും. എന്താവശ്യപ്പെടുന്നു അതെല്ലാം അവർ തരും. ദേഷ്യത്തോടെ അത് കേട്ട് അവളെ ഒന്ന് നോക്കി. അവിടെ നിന്ന് നടന്നകന്നു. വേണ്ടെങ്കിൽ വേണ്ട. ആരും അറിയാതെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. മറ്റുള്ളവരെ പോലെ സുഖിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ചാൽ മതി. ഇതിൽ പലരും അത് ചെയ്ത് പൈസ ഉണ്ടാക്കിയവരാണ് എന്നെല്ലാം അവൾ പറഞ്ഞപ്പോൾ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങി. ഒടുവിൽ സമ്മതിച്ച് അവളുടെ കൂടെ ചെന്നു. ഒരു വലിയ ഹോട്ടൽ മുറിയിലേക്കാണ് അവൾ എന്നെ കൊണ്ടുപോയത്. ഒരു ലക്ഷറി റൂമിൽ ഇരുത്തി. കസ്റ്റമർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. നീ പേടിക്കേണ്ട, ഒന്നും ഉണ്ടാവില്ല. അവരോട് കോണ്ടംസ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞപ്പോൾ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇനി പറ്റില്ല, എല്ലാം സമ്മതിച്ചു വന്നതാണ് കസ്റ്റമർ. വലിയൊരു ബിസിനസ്സുകാരനാണ് അയാൾ. നിന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇനി പറ്റില്ലെന്ന് പറഞ്ഞാൽ നിന്നെ ജീവിക്കാൻ പോലും അയാൾ സമ്മതിക്കില്ല എന്നെല്ലാം പറഞ്ഞപ്പോൾ ഭയന്ന് അവിടെ തന്നെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു കിളവൻ അവിടേക്ക് കടന്നു വന്നു. കുടവയറും സ്വർണ്ണ ജുബയും ഒക്കെയായി വല്ലാത്തൊരു രൂപം. അയാളുടെ കണ്ണുകൾ ആർത്തിയോടെ എൻ്റെ ദേഹത്ത് ഒഴുകി നടന്നു. ആ രാത്രി മുഴുവൻ അയാൾ എൻ്റെ ശരീരത്തിലെ ഓരോ അണുവും ആസ്വദിച്ചു. അയാൾ അവിടെ നിന്ന് പോകുമ്പോൾ കൈ നിറയെ പണയം കിട്ടിയിരുന്നു. പക്ഷെ അയാൾ കടിച്ചു തുപ്പിയ ഒരു ചണ്ടി മാത്രമായി ഞാൻ തീർന്നു. മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടുവെങ്കിലും കയ്യിലിരിക്കുന്ന ഭീമമായ തുക എൻ്റെ സങ്കടത്തെ മായ്ച്ചു കളഞ്ഞു. പിന്നീട് അങ്ങോട്ട് പലതവണ ഇതേ കാര്യം തുടർന്നു. പല പല കസ്റ്റമേഴ്സ്, കയ്യിൽ നിറയെ പണയം. കോളേജിൽ മാറ്റി നിർത്തിയവരുടെ ഞാനൊരു സൂപ്പർ സ്റ്റാറായി മാറി. സ്വപ്നം മാത്രം കണ്ട ജീവിതം ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുങ്ങി. ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്ന ഞാൻ അത് നിർത്തി. സൗകര്യമില്ലാത്ത കോളനിയിലെ വീട് പണിക്ക് പോകുന്ന അമ്മയും കാണാൻ പോലും ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ അന്നായിരുന്നു. അന്നത്തെ കസ്റ്റമർ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. ഒരു കിളവൻ. അയാൾ ഇടയ്ക്ക് എൻ്റെ അരികിൽ വരാറുണ്ട്. ഈ നാട്ടിൽ വരുമ്പോൾ നിന്നെ മാത്രമേ ഞാൻ സെലക്ട് ചെയ്യൂ, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായെന്ന് കോംപ്ലിമെൻറ്റും തന്നിട്ടുണ്ടായിരുന്നു. അയാൾ എൻ്റെ ദേഹത്ത് പടർന്നു കയറുമ്പോഴാണ് ഡോർബെൽ റിങ് ചെയ്തത്. റൂം സർവീസ് ആകുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കിട്ടിയ ബെഡ്ഷീറ്റും വാരിച്ചിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഒരുപറ്റ മീഡിയാസും പോലീസും എല്ലാമായിരുന്നു. അകത്തൊരു പെൺകുട്ടി അയാൾ പീഡിപ്പിക്കുന്നു എന്ന് ആരോ പരാതി കൊടുത്തു പോലും. അതോടാകെ പ്രശ്നമായി. വാർത്താ ടി വിയിൽ വന്നു. എൻ്റെ മുഖം പ്രധാന മീഡിയാസിലൊന്നും കാണിച്ചില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ പലതിലും അത് ഞാനാണെന്ന് വ്യക്തമായി കാണിച്ചിരുന്നു. അതോടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. നാട്ടുകാർ എൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. അമ്മ കുറെ അടിച്ച് കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചു. എങ്ങനെയെങ്കിലും ഒരു നല്ല സ്ഥിതിയിലാക്കണമെന്നായിരുന്നു അമ്മയുടെ മോഹം.
എല്ലാം കളഞ്ഞു കുടിച്ചു വന്ന് നിൽക്കുന്ന എന്നെ അമ്മ ശപിച്ചു. പിന്നെ എൻ്റെ കാര്യം ഓർത്ത് ആദ്യ പിടിച്ച് അമ്മ എന്നെ വിട്ടുപോയി. ഇന്ന് മാനസിക രോഗികൾ താമസിക്കുന്ന ഒരു അഗതി മന്ദിരത്തിലാണ് ഞാൻ. നേരത്തിന് ഭക്ഷണം അവിടെ നിന്ന് കിട്ടും. എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് ജീവിതത്തിൽ യാതൊരു നിറവുമില്ലാതെ മരിക്കുന്നത് വരെ ഒരു ജീവിതം. അതുമാത്രമാണ് ഇനി എനിക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നത്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്